blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ദിവസവും നമ്മൾ ചെയ്യുന്നത് പോലെ ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേയുടെ സ്പോൺസേഴ്സിന് വേണ്ടി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ചന്ദ്രൻ ആൻഡ് ഫാമിലി, രണ്ടാമത്തെ മകൾക്ക് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുവാൻ വേണ്ടി, അതുപോലെ 3 മക്കൾക്ക് അവരുടെ കുടുംബങ്ങൾക്കും കുടുംബജീവിതത്തിലും മറ്റു തരത്തിലുമുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കാൻ, അതുപോലെ ഡെനിക് ഡേവിസ് ആൻഡ് ഡെറിക് ഡേവിസ് 2 പേർക്കും വിദ്യാഭ്യാസവും നല്ല ഒരു ഭാവി ഉണ്ടാകാനും വേണ്ടി, പ്രത്യേകിച്ച് ഡെനിക്കിന് വേണ്ടി പ്രാർത്ഥിക്കാം. തൻ്റെ ലേണിംഗ് ഡിസബിലിറ്റി മാറിപ്പോകാനും കർത്താവ് അനുഗ്രഹിക്കാനും വേണ്ടി, പത്രോസ് ഡി എല്ലാ കടബാധ്യതയിൽ നിന്നും പുറത്തു വരുവാൻ, വീടിൻ്റെ പണികൾ പൂർത്തിയാകാൻ, റോയ് വർഗീസ് കടബാധ്യതകൾ മാറാൻ, അതുപോലെ തൻ്റെ അപ്പാർട്ട്മെൻറ്റിന് പണം കൊടുത്തു അത് എത്രയും വേഗം തൻ്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടുവാൻ വേണ്ടി, ടി ഡി തങ്കച്ചൻ തൻ്റെ മകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ മകൾക്കും മകനും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, നല്ല ഒരു ഭാവി ഉണ്ടാകാനും വേണ്ടി കർത്താവ് ഞങ്ങളെല്ലാവരും ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിനായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ കരങ്ങൾ നീട്ടി ഞങ്ങൾ ചോദിക്കുന്നതിനേക്കാളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവികമായ വലിയ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവെ, അവർ സന്തോഷിച്ച് തുള്ളിച്ചാടുമാർ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും മറുപടികളും അവരുടെ ജീവിതത്തിൽ വന്ന് എത്തിച്ചേരട്ടെ. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ ഏപ്രിൽ 24 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, പാലസ് റോഡ്, തൃശൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവനന്തപുരം ഏപ്രിൽ 25 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. രാജധാനി ഓഡിറ്റോറിയം, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. ഈ സഹോദരൻ്റെ പേര് ജോമോൻ എന്നാണ്. തൻ്റെ ഭാര്യ സോളിയാണ് തൊട്ട് അരികിൽ നിൽക്കുന്നത്. ഇവരുടെ വിവാഹം 4 വർഷം മുൻപ് നടന്നു. വിവാഹത്തിന് ശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ഇവർ കുഞ്ഞുങ്ങളിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഒരു കുഞ്ഞിനെ ലഭിക്കാത്തത് കൊണ്ടുള്ള വേദനകൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവരുടെ കുടുംബജീവിതത്തിലുണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ പലരും ചോദിക്കുവാൻ തുടങ്ങി, നിങ്ങൾ കുഞ്ഞുങ്ങളായില്ലേ, കുഞ്ഞുങ്ങൾ വേണ്ടേ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചോദിക്കുവാൻ തുടങ്ങി. 2ാമത്തെ വർഷമായപ്പോൾ ചോദ്യങ്ങളുടെ എണ്ണം കൂടി തുടങ്ങി. ചോദ്യങ്ങളുടെ എണ്ണം കൂടുമ്പോൾ തന്നെ ഹൃദയത്തിൽ അതുപോലെ വേദനയുണ്ടായിരുന്നു. പലരോടും മറുപടി പറഞ്ഞ് മടുത്തു. പക്ഷേ ഇവർ 2 പേരും തീരുമാനിച്ചു ഡോക്ടറെ കാണിക്കാൻ പോവുകയില്ല, കാരണം എന്ത് കുഴപ്പമുണ്ടെങ്കിലും അതൊക്കെ മാറിപ്പോകുമെന്നുള്ളൊരു വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സോളി സിസ്റ്ററിൻ്റെ ചേച്ചി, മൂത്ത ചേച്ചി ബ്ലെസ്സിംഗ് ടുഡേ ഈ പ്രോഗ്രാം കാണുമായിരുന്നു. ആ സഹോദരി തന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ബ്ലെസ്സിംഗ് ടുഡേ എന്നൊരു പ്രോഗ്രാമുണ്ട്, അതിലൂടെ ഒരുപാട് സാക്ഷ്യങ്ങൾ, അത്ഭുതങ്ങളൊക്കെ നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളും വിശ്വസിച്ച് അത് കാണുക, പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. നിങ്ങളും ഇനി കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് തൻ്റെ ചേച്ചി തന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിനെ കുറിച്ച് താൻ അറിയുന്നതും. താൻ അതിനുശേഷം TV പ്രോഗ്രാം കാണുവാൻ തുടങ്ങി. താൻ പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ നിന്നുള്ള പ്രാർത്ഥന കഴിഞ്ഞ് ഈ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രാർത്ഥന കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു കാര്യം അറിഞ്ഞു, താൻ പ്രഗ്നൻ്റ് ആണ്. താൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അതിനുശേഷം പറയുകയാണ്, കഴിഞ്ഞ ജൂൺ മാസം 9-ാം തീയതി ഇവർക്ക് മനോഹരമായ ഒരു കുഞ്ഞിനെ ദൈവം നൽകി. ഇവർ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടായിരുന്നു, പക്ഷേ ആ കുഴപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഡോക്ടറുടെ അടുക്കൽ പോയില്ല. പക്ഷേ ആ കുഴപ്പം എന്തായാലും ഇന്ന് യേശു കർത്താവ് അത് മാറ്റി ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി. പലരുടെ മുൻപിലുണ്ടായിരുന്ന വേദനകൾ ഞങ്ങളെ തീർത്തു. ദൈവം സന്തോഷം നൽകി. കൈകളടിച്ച് യേശുവിന് എല്ലാവരും നന്ദി പറഞ്ഞു. അവരുടെ സന്തോഷത്തിൽ
നമുക്ക് കൂടെ പങ്കുചേരാം. അതോടൊപ്പം തന്നെ നമുക്ക് കൂടെ വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കൈകളെ ഉയർത്തിപ്പിടിക്കാം. കർത്താവേ, അനേകരുടെ ചോദ്യങ്ങളുടെ മുമ്പിൽ ദൈവം നൽകിയ മറുപടിയുമായി ഒത്തിരി പേരുടെ മുമ്പിൽ അവരിന്ന് സാക്ഷിയായി നിൽക്കുകയാണ്. ഇതുപോലെ കർത്താവേ, ഈ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലും ലോകം കേൾക്കെ ഒരു സാക്ഷ്യം പറയുവാൻ, അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രാർത്ഥന കേട്ട് അങ്ങ് മറുപടി നൽകണമേ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം അവർക്ക് വേണ്ടിയും അത്ഭുതം പ്രവർത്തിക്കണമേ. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. സർജറി ഇല്ലാതെ തന്നെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. മെഡിക്കേഷൻ ഇല്ലാതെ തന്നെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. മഹാത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്നതിനാൽ നന്ദി പറയും. ഈ കുടുംബത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ദൈവം നൽകിയ ആ ദാനത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് യേശുവിനെ മഹത്വപ്പെടുത്തിയ നിമിത്തം ഈ കുടുംബം കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ എന്നും ഓർത്തിരിക്കണം, ദ മൈറ്റി ഹെൽപ്പർ ഈസ് വിത്ത് അസ്. ശക്തനായ സഹായകൻ നമ്മോട് കൂടെ ഉണ്ട്. എല്ലാവരും ചേർന്ന് പറയാമോ? ശക്തനായ, കുറച്ചുകൂടി ശക്തിയോടെ, സഹായകൻ എന്നോട് കൂടെ ഉണ്ട്. വലത്തെ കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് പറയുക, ശക്തനായ സഹായകൻ എന്നോട് കൂടെ ഉണ്ട്. വീണ്ടും പറയാം, ശക്തനായ സഹായകൻ എന്നോട് കൂടെ ഉണ്ട്. എത്ര പേർ ഹല്ലേലൂയ പറയും? കൂടുതൽ ശക്തിയോടെ ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു സഹായം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്, ഒരു പിന്തുണ ആവശ്യമാണ്. ശരിക്കും ദൈവം നമ്മെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന രീതി അനുസരിച്ച് ഒരാൾക്ക് പോലും ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഇവൻ യേശു കർത്താവ് ആദ്യം ആദമിനെ സൃഷ്ടിച്ച ശേഷം ഇങ്ങനെയാണ് പറഞ്ഞത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. കാരണം മനുഷ്യനെ ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ഒരുമിച്ച് ജീവിക്കാൻ, പരസ്പരം സഹായിച്ച് ജീവിക്കാൻ. അങ്ങനെയാണ് ആദമിന് ഒരു ഹവ്വയെ, ഒരു സ്ത്രീയെ ദൈവം ഒരു സഹായിയായി, ഹെൽപ്പർ ആയി ദൈവം കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ഏറ്റവും ശക്തൻ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് പോലും സഹായം ആവശ്യമാണ്. അനേകരുടെ സഹായം മൂലമാണ് ഒരാൾ ശക്തനായി തീരുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ഭൂമിയിൽ ഒരു മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്. ഈ സഹായം നമ്മൾ സ്വീകരിക്കുന്നത് 2 ലെവലിലാണ്. ഒന്നാമത്തെ ലെവൽ മനുഷ്യരിൽ നിന്നുള്ള സഹായം. എല്ലാവരും പറയാമോ? എന്ത് സഹായമാണ്? മനുഷ്യരിൽ നിന്നും നാം സ്വീകരിക്കുന്ന സഹായം. നിങ്ങൾ തയ്യൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഹെൽപ്പേഴ്സ് പലരും കാണും. ബട്ടൺ തുന്നാൻ ചിലപ്പോൾ വേറെ ആളായിരിക്കും, മെഷീനിൽ വേറെ ആളായിരിക്കും, കട്ട് ചെയ്യാൻ ഒരാളുണ്ടായിരിക്കും. ഇവരെല്ലാം ഉണ്ടായാലും ആരെങ്കിലും തുണി തയ്ക്കാൻ വന്നെങ്കിലേ കച്ചവടം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആരുടെ സഹായം ആവശ്യമാണ്? കസ്റ്റമേഴ്സിൻ്റെ സഹായം ആവശ്യമാണ്. കെട്ടിടം പണിയുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് കെട്ടിടം പണിയാൻ ആവശ്യക്കാർ ഉണ്ടാകണം. വാടകയ്ക്ക് താമസിക്കുന്ന ഒരാൾക്ക് തോന്നുന്നു സ്വന്തം വീട് വേണം. അങ്ങനെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ വന്നെങ്കിൽ മാത്രമേ അയാൾക്ക് ബിസിനസ് കിട്ടൂ. ബിസിനസ് കിട്ടുന്ന ആൾക്കും കൊടുക്കുന്നയാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ആവശ്യമാണ്. നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ, അധ്യാപികയാണെങ്കിൽ, ഞാനൊരു വലിയ ടീച്ചറാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാമെന്നേ ഉള്ളൂ. വിദ്യാർത്ഥികൾ വേണം. വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ മാത്രമേ അധ്യാപകനാകൂ. വിദ്യാർത്ഥികൾക്ക് ഒരു ടീച്ചറെ ആവശ്യമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല, മനുഷ്യരുടെ ആരുടെയും സഹായം എനിക്ക് വേണ്ട, ഞാനങ്ങ് ജീവിച്ചോളാം. അങ്ങനെയല്ല ദൈവം നമ്മളെല്ലാവരെയും നിർമ്മിച്ചിരിക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ല, ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ സ്വതന്ത്രന്മാരായി ജീവിക്കാനല്ല, പരസ്പരം സഹായിച്ച് ജീവിക്കുവാൻ. വലത്തെ കൈ ഉയർത്തിക്കൊണ്ട് പറയുക, പരസ്പരം സഹായിച്ച്, സഹായം ചെയ്ത്
ജീവിക്കുവാനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. കൈകൾ ചേർത്തടിച്ച് ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാമോ? ചുരുക്കി പറഞ്ഞാൽ പരസ്പരം സഹായിക്കുവാനുള്ള ആ ഒരു വ്യവസ്ഥ ആണ് ഇന്നത്തെ സോഷ്യൽ സിസ്റ്റം ആയിട്ട് അല്ലെങ്കിൽ സാമൂഹിക വ്യവസ്ഥകളായിട്ട് മാറിയിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായത്തിൽ ചില സമയത്ത് നമുക്ക് സഹായം വേണ്ടത് ഇമോഷണലി, വൈകാരികമായി, മാനസികമായി തകർന്നിരിക്കുന്ന സമയത്താണ്. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോ ഒരു കൗൺസിലറോ ആരെങ്കിലും ആയിരിക്കും നമുക്ക് സഹായം നൽകുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയായിരിക്കും, വീട്ടിലുള്ള ഒരു കുടുംബാംഗമായിരിക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായം. ഇതാണ് ഒന്നാമത്തെ ലെവൽ എങ്കിൽ, രണ്ടാമത് ഒരു ലെവലിലുള്ള സഹായം കൂടെ നമുക്ക് ആവശ്യമാണ്. അതാണ് നമ്മളൊന്ന് വായിക്കാൻ പോകുന്നത്. സങ്കീർത്തനങ്ങൾ 121. ഒത്തിരി പേർക്കിത് ഒരുപക്ഷെ മനപാഠം അറിയാൻ സാധിക്കും. ബൈ ഹാർട്ട് ചെയ്യാറുള്ള സങ്കീർത്തനങ്ങൾ ചിലതാണ്. ഐ ലിഫ്റ്റ് അപ്പ് മൈ ഐസ് ടു ദ മൗണ്ടൻസ്, വേർ ഡസ് മൈ ഹെൽപ്പ് കം ഫ്രം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് അഥവാ ഉയരങ്ങളിലേക്ക് ഉയർത്തുന്നു. എല്ലായ്പ്പോഴും സാധാരണ രീതിയിൽ മുകളിലുള്ളവരാണ് താഴെയുള്ളവരെ സഹായിക്കുന്നത്, കീഴിലുള്ളവരെ സഹായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വ്യക്തി പറയുന്നത്, ഞാൻ ഉയരങ്ങളിലേക്ക് എൻ്റെ കണ്ണുകളെ ഉയർത്തുന്നു, പർവ്വതങ്ങളിലേക്ക് എൻ്റെ കണ്ണുകളെ ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്നാണ് വരുന്നത്? ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, നമുക്കെല്ലാവർക്കും കരയുവാൻ ഒരു തോള് ആവശ്യമാണ്. നമ്മൾ തകരുമ്പോൾ ഏതെങ്കിലും ഒരു തോളിലേക്ക് കിടന്ന് ഒന്ന് കരയാൻ നമുക്ക് ആരെങ്കിലുമൊക്കെ ആവശ്യമാണ്. ഇവിടെ ഇദ്ദേഹം പറയുന്നത്, എൻ്റെ സഹായം എവിടെ നിന്നാണ് വരുന്നത്? ഈ വ്യക്തി അതിൻ്റെ മറുപടി കണ്ടുപിടിച്ചു. അടുത്ത വചനം നമുക്ക് വായിക്കാം. എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. കൈകൾ ഉയർത്തി പറയാം, എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. ഒരു പ്രാവശ്യം കൂടെ, എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന്. എത്ര പേർക്ക് ചങ്കൂറ്റുണ്ടെന്ന് പറയാം? ഒരിക്കൽ കൂടെ പറയാം, എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. ഒരു പ്രാവശ്യം കൂടെ തന്നെത്താൻ പറയാമോ? എൻ്റെ നല്ലൊരു വിദ്യ ഞാൻ പറഞ്ഞു തരാം. ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് മുറിയിലേക്ക് കയറി, പറ്റുമെങ്കിൽ വാതിലങ്ങ് അടച്ചിട്ട് 2 കൈയും പൊക്കിപ്പിടിച്ച് പറയണം, എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ എൻ്റെ ദൈവത്തിൽ നിന്ന് വരുന്നു. സഹായിക്കാമെന്ന മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ ആരെയും ചുറ്റിലും കാണാതിരിക്കുന്ന സമയത്ത് ചെയ്യാവുന്നൊരു കാര്യമാണ്. 2 കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, ഉറക്കി അതൊന്ന് പറഞ്ഞേ, എൻ്റെ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. കൈ താഴെയിടാം, വിരോധമില്ലെങ്കിൽ. താഴെയുള്ള വചനങ്ങൾ കൂടെ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 3-ാമത്തെ വചനം, നിന്റെ കാൽ വഴുതുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ഈ സഹായകൻ ചെയ്യുന്ന സഹായങ്ങൾ എന്തെല്ലാം? 1, നിന്റെ കാല് വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ജീവിതത്തിൽ ഒത്തിരി പേർ വഴുതി വീഴാറുണ്ട്. വീണിട്ട് എഴുന്നേൽക്കാൻ പറ്റാത്ത പലരുമുണ്ട്. എവിടെയെങ്കിലും തെന്നി വീഴുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ നിമിത്തം ജീവിതത്തിൽ താഴെ വീഴുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ ഈ സഹായകൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എന്താണ് അദ്ദേഹം പറയുന്നത്? He will not let your foot slip. He who watches over you will not slumber. നിന്റെ സഹായകൻ ഒരിക്കലും ഉറങ്ങിക്കളയുകയില്ല. അടുത്ത വചനം വായിക്കാം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുകയുമില്ല. നമ്മുടെ സഹായകൻ ഒരിക്കലും മയങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. അടുത്തത്, യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണലാകുന്നു. ദൈവം നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണലായി നിൽക്കും. അടുത്ത വചനം, പകൽ സൂര്യനോ രാത്രിയിൽ ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. നിന്നെ ഉപദ്രവിക്കുകയില്ല, നിന്നെ ബാധിക്കുകയില്ല. പിന്നെ യഹോവ സകല ദോഷത്തിൽ നിന്നും നിന്നെ കാക്കും. നോക്കൂ, ദൈവം
സകല ദോഷങ്ങളിൽ നിന്നും നിന്നെ കാക്കും. വായിക്കാം. അവിടുന്ന് നിന്റെ പ്രാണനെ കാത്തുകൊള്ളും. ജീവനെ, പ്രാണനെ അവൻ കാത്തുകൊള്ളും. ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കും, ദൈവമേ എൻ്റെ ജീവനെ അങ്ങയുടെ ഭാണ്ഡത്തിൽ കെട്ടിവെക്കണം, സുരക്ഷിതമായി. ലൈഫ് ഇൻഷുറൻസ്. അടുത്തത് വായിക്കാം. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും കാത്തുകൊള്ളും. മാത്രമല്ല, കർത്താവ് നിന്റെ പോക്കുവരവുകളെ എല്ലായ്പ്പോഴും സൂക്ഷിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം ഒരു പരിപാലനം ഉണ്ടായിരിക്കും. ഇതെല്ലാം എങ്ങനെയാ കിട്ടുന്നത്? കൈകൾ ഉയർത്തി നാം പറയണം, ദൈവമേ, പറഞ്ഞേ, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ അങ്ങാണ് എൻ്റെ സഹായകൻ. 2-3 പ്രാവശ്യം അതൊന്ന് പറഞ്ഞ് 2 കൈ ഉയർത്തി പിടിച്ചുകൊണ്ട്, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവമാണ് എൻ്റെ സഹായകൻ. ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു ധൈര്യം വരുന്നത്? ചിലർക്കൊക്കെ ഭയങ്കര ധൈര്യമാണ്. എങ്ങനെയാണ് ഇത് വരുന്നത്? ശരിയായ ധൈര്യം വരുന്നത് ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ്. ഭയങ്കരമായ ഒരു പ്രശ്നത്തെ നമ്മൾ നേരിടുന്ന സമയത്ത് ചിലർ ഉടൻ തന്നെ നോക്കി എങ്ങനെ ഒന്ന് ചാകാം, കാരണം ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ജീവിതം ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. അങ്ങനെ വലിയ പ്രശ്നത്തെ നേരിടുന്ന ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള മറുപടി പ്രസംഗമാണ് ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മുടെ കഴിവുകൾ മുഴുവൻ അസ്തമിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ സഹായം ആരംഭിക്കുകയാണ്. എല്ലാവരും കേട്ടില്ല, ഒന്നുകൂടെ പറയാം. നമ്മുടെ കഴിവുകൾ മുഴുവൻ തീരുന്ന സ്ഥലത്ത് നിന്നും ദൈവത്തിൻ്റെ സഹായം നമുക്ക് വേണ്ടി പുറപ്പെടുകയാണ്. കൈയടിക്കുവാണെങ്കിൽ നന്നായിട്ട് അടിക്കണം. എനിക്കല്ല, എനിക്ക് കൈയടിക്കണ്ട. സഹായം നൽകുന്ന ദൈവത്തിന് ശക്തിയോടെ കൈയടിക്കാം. പോരാ പോരാ പോരാ, ശക്തിയോടെ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കാം. അതും പോരാ, അതും പോരാ, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം, സ്തുതിക്കാം. ഹല്ലേലൂയ. ഇനി നെഞ്ചിൽ കൈവച്ച് പറയുക, സഹായം ചെയ്യുന്ന ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന ബോധ്യമാണ് എനിക്ക് ധൈര്യം നൽകുന്നത്. ഒന്നുകൂടെ, സഹായം നൽകുന്ന ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യമാണ് എന്നെ ധൈര്യമുള്ള വ്യക്തിയാക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ എന്താണ് നമുക്ക് ആവശ്യം? ഒരു പ്രശ്നം നേരിടുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത്, ഒരു വലിയ സാമ്പത്തിക പ്രശ്നം മുൻപിൽ വന്ന് നിൽക്കുകയാണെന്നിരിക്കട്ടെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് സാമ്പത്തിക പ്രശ്നം, കടം വീട്ടാൻ വകയില്ല, അതുകൊണ്ട് കുടുംബമായി ജീവൻ ഒടുക്കി. നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നതാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ബാങ്ക് സഹായിക്കില്ല, ബാങ്കിലെ ഓഫീസേഴ്സ് സഹായിക്കുന്നില്ല, കാശുള്ളവർ സഹായിക്കുന്നില്ല, റെസിഡൻഷ്യൽ അസോസിയേഷൻ സഹായിക്കുന്നില്ല, ആരും സഹായിക്കുന്നില്ല. അപ്പോൾ എനിക്ക് സഹായമില്ല, അതുകൊണ്ട് എനിക്ക് ജീവിതമില്ല, തീർന്നു. നോ. ചേർന്ന് പറഞ്ഞ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ശക്തനായ ധനവാനായ എൻ്റെ ദൈവത്തിൽ നിന്നും എനിക്ക് വരുന്നു. വിശ്വസിക്കാൻ കഴിയുമോ? ഇന്നു മുതൽ ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? സാമ്പത്തിക പ്രശ്നത്തിൽ മാത്രമല്ല, കുടുംബ പ്രശ്നത്തിലും, മദ്യപാനത്തിൻ്റെ പ്രശ്നത്തിലും, രോഗത്തിൻ്റെ പ്രശ്നത്തിലും, ഏത് പ്രശ്നത്തിലായാലും ഈ ദൈവത്തിന് നമ്മെ സഹായിക്കാൻ കഴിയും. ചിലരൊക്കെ സഹായിച്ച് ഇനി ഒന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പോകും. പക്ഷേ ഈ ദൈവത്തിൻ്റെ പ്രത്യേകത, ഹീ ഈസ് ദ മൈറ്റി വൺ, ഈസ് ദ മൈറ്റിയസ്റ്റ് വൺ. ഏറ്റവും ശക്തനായവനാണ് നമ്മുടെ ഈ സഹായകൻ. ഒരിക്കലും ഖജനാവ് കാലിയാകയില്ല, ഒരിക്കലും പോക്കറ്റ് കാലിയാകയില്ല, ഒരിക്കലും ബലം ക്ഷയിച്ചു പോകുകയില്ല, ഒരിക്കലും സ്നേഹം കുറഞ്ഞു പോകുകയില്ല, ഒരിക്കലും കരുതൽ നിന്നു പോകുകയില്ല. നീളമുള്ള കൈയുള്ള ദൈവം എവിടെ വേണേലും കൈയെത്തിച്ച് നമ്മെ വലിച്ചെടുക്കാൻ അവന് കഴിയും.
ഈ വിശ്വാസമാണ് നമ്മെ ധൈര്യമുള്ള വ്യക്തികളാക്കി മാറ്റുന്നത്. ഇന്ന് ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് ഒരു വലിയ ഫെയ്ത്ത് ഇഞ്ചക്ഷനാണ്, വിശ്വാസത്തിൻ്റെ ഒരു ഇഞ്ചക്ഷൻ. ഇത് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ അകത്തുള്ള വിശ്വാസം അങ്ങ് വർദ്ധിച്ച് ആര് വന്നാലും, ഈ ലോകം ഇളകുന്നെന്ന് പറഞ്ഞാലും ഞാൻ ഇളകുകയില്ല. കാരണം ഈ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ പ്രശ്നങ്ങൾ നടുവിലും കൂർക്കം വലിച്ചുറങ്ങാൻ കഴിയും. എപ്പോൾ? ദൈവം കാര്യങ്ങൾ നോക്കിക്കോളും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, നിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? കൊച്ചിന് കാവലിരുന്നാൽ പോലും കുറേ കഴിയുമ്പോൾ തള്ളയായാലും ഉറങ്ങിപ്പോവും, അപ്പനായാലും കുറേ കഴിയുമ്പോൾ ഉറങ്ങിപ്പോവും, പിന്നെ ഇടയ്ക്ക് ഞെട്ടി ഒന്ന് നോക്കും. പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേകത ഇവിടെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടോ, അവൻ ഉറങ്ങില്ല, അവൻ മയങ്ങില്ല, നമ്മെ അവൻ പരിപാലിക്കും. പോകുമ്പോൾ പരിപാലിക്കും, വരുമ്പോൾ പരിപാലിക്കും. സൂര്യൻ്റെ ആഘാതമോ ചന്ദ്രൻ്റെ ആഘാതമോ ഏൽക്കാതെ, സൺസ്ട്രോക്ക് വരാതെ, ലുനാറ്റിക് പ്രോബ്ലം വരാതെ അവൻ നിന്നെ പരിപാലിക്കുവാൻ ശക്തനാണ്. വീട്ടമ്മമാരോട്, എല്ലാ കുടുംബനാഥന്മാരോട്, യുവതിയുവാക്കന്മാരോട്, കുഞ്ഞുങ്ങളോട്, പൈതങ്ങളോടെല്ലാം ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്നു, പ്രായം നോക്കാതെ, വിദ്യാഭ്യാസം നോക്കാതെ, ജാതി നോക്കാതെ, നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഒന്നും നോക്കാതെ നമ്മെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ആ ദൈവത്തെ പരിചയപ്പെടുക. ആ നിമിഷം മുതൽ ജീവിതം മാറും. കൈകൾ ഉയർത്തി വീശി ഹാലലൂയ പറയാം. ശബ്ദത്തിൽ ഹാലലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. കൂടുതൽ ശക്തിയോടെ എല്ലായിടങ്ങളിലും കതിനാവടി പോലെ ഹാലലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാൽ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതുകൊണ്ട് ദൈവം തന്നെത്താനൊരു പേരിട്ടിട്ടുണ്ട്, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. കൂടെ ഇരിക്കുന്ന ദൈവം. പറഞ്ഞ്, കൂടെ ഇരിക്കുന്ന ദൈവം, കൂടെ ഇരിക്കുന്ന ദൈവം. ഒറ്റയ്ക്ക് യാത്രയെ പോകുവാൻ പേടിയുള്ള ഒത്തിരി പേരുണ്ട്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടിയുള്ളവർ, ഒരു കാര്യം ഇവിടെ പറയുന്നത്, ദൈവം കൂടെ ഇരിക്കും. പുറത്തു പോകുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൻ്റെ യാത്രയിൽ കർത്താവ് കൂടെ ഇരിക്കും. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളിൽ ദൈവിക സമാധാനം എന്ന് നിറയട്ടെ. മദ്യപാനികളുടെ ഭവനങ്ങളിൽ വിടുതൽ ഉണ്ടാകട്ടെ. കലഹങ്ങൾ മാറിപ്പോകട്ടെ. കിടപ്പ് രോഗികളുള്ള ഭവനങ്ങളിൽ അവർ എഴുന്നേൽക്കട്ടെ. ഹോസ്പിറ്റലുകളിൽ ദൈവിക രോഗ സൗഖ്യം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഏകാന്തത അനുഭവിക്കുന്ന ഒത്തിരി പേരെ കർത്താവ് ഈ സമയത്ത് ഭയങ്കരമായ അകത്ത് ഒരു വലിയ വിടുതലും സൗഖ്യം നൽകിയ ഏകാന്തതകൾ മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ വയറിനകത്തുള്ള അൾസർ പോലെയുള്ള രോഗങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഫാദർ. ക്യാൻസർ ബാധിതരായ ഒത്തിരി പേരെ കർത്താവ് സൗഖ്യമാക്കുന്നു യേശുവിൻ നാമത്തിൽ. ഏത് രോഗമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് യേശുവിൽ വിശ്വസിക്കുക. ഞാനല്ല സൗഖ്യം നൽകുന്നത്, യേശുവാണ്. യേശുവിനെ മുറുകെ പിടിക്കുക, വിശ്വസിക്കുക. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനാണ് നന്ദി. കരളിൽ പ്രയാസമുള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഫാദർ. താങ്ക് യു ജീസസ്. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, ലിവറിൻ്റെ രോഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതുപോലെ തന്നെ ലങ്സിൻ്റെ രോഗങ്ങൾ, ഇതെല്ലാം കർത്താവ് സൗഖ്യമാക്കുന്നു. ഡയബറ്റീസ് സൗഖ്യമാകട്ടെ. കൊളസ്ട്രോൾ ലെവൽ നോർമലാകട്ടെ. തൈറോയിഡ് സംബന്ധമായ രോഗങ്ങൾ, ഗോയിറ്റർ, മുഴകളെല്ലാം മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. കമല എന്ന പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് പ്രത്യേകിച്ച് സൗഖ്യമാക്കുന്നത്. തലയുടെ ഒരു ഭാഗത്ത് ഭയങ്കരമായ പെയിൻ അനുഭവിക്കുന്ന, അത് എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റുകൾ, സ്കാനിങ്, അതെല്ലാം ചെയ്തു. പക്ഷേ ഇതുവരെ പൂർണ്ണമായി തലയുടെ ഒരു ഭാഗത്ത്
പ്രത്യേകിച്ച് ആ ഒരു ഭാഗം തിരിഞ്ഞ് നിങ്ങൾക്ക് കിടക്കാൻ പോലും സാധ്യമല്ല, അത്രയ്ക്ക് പെയിനുള്ള കമല ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ മുടി വല്ലാതെ പൊഴിഞ്ഞു പോകുന്ന ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് അതിൽ നിന്നും പുറത്തു കൊണ്ടുവരികയാണ്. അത് മുഖാന്തരം വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് പോലെ ചില പെൺകുട്ടികൾ അമിതമായ രോമ വളർച്ച, അവിടെ ഇവിടേക്ക് രോമങ്ങൾ വളരുന്നത്, അത് മുഖാന്തരം അപകർഷതാബോധമുള്ള ചില പെൺകുട്ടികൾ യേശുവിൻ്റെ നാമത്തിൽ അവർക്കും ഒരു വിടുതൽ ഉണ്ടാകട്ടെ. ശരീരത്തിലുള്ള ചില പാണ്ടുകൾ, ത്വക്ക് രോഗങ്ങൾ അതെല്ലാം സൗഖ്യമാകട്ടെ. കർത്താവെ, നീ അങ്ങനെ അത്ഭുതം ചെയ്തതിനാൽ നന്ദി പറയും. താങ്ക് യു ഫാദർ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചിലരോടെങ്കിലും ഇതിനെക്കുറിച്ച് ഇന്ന് തന്നെ പറയുക. നാളെ മുതൽ ഇത് വാച്ച് ചെയ്യാൻ പറയുക. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുമ്പോൾ അല്ലെങ്കിൽ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ വരുമ്പോൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. കർത്താവ് അതിലൂടെ ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.